രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് കൊള്ള ആരോപണങ്ങൾക്കിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച വാർത്താ സമ്മേളനം ഇന്ന് വൈകിട്ട് നടക്കുന്നു. ആരോപണം പൂർണ്ണമായും തള്ളാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ വാർത്താക്കുറിപ്പിറക്കിയിരുന്നു. സജു തോമസ് വിശദാംശങ്ങൾ നൽകും. സജു, ഇന്നലെ അപ്രതീക്ഷിതമായാണ് ഇന്നലെ രാത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വന്നത്. അങ്ങനെ ഒരു പ്രതികരണത്തിൽ ഏറെക്കുറെ ഒരു മയപ്പെട്ട സമീപനം, പക്ഷേ രാഹുൽ ഗാന്ധിക്കെതിരെ കമ്മീഷൻ ആഞ്ഞടിക്കുമോ എന്ന് ഉറ്റുനോക്കിയിരുന്ന ഘട്ടത്തിൽ അത്ര വലിയ ഒരു ആഞ്ഞടിക്കുന്ന ഒരു സൂചനയൊന്നും ഇല്ലാതെ തന്നെ ഈ ആരോപണങ്ങളൊക്കെ നേരത്തെ ഉന്നയിക്കേണ്ടതായിരുന്നില്ലേ എന്ന രീതിയിൽ ഒരു പ്രതികരണം കാണുന്നു. ആ പ്രതികരണം ഇന്ന് നടക്കാൻ പോകുന്ന വാർത്താ സമ്മേളനത്തിന്റെ രീതി എങ്ങനെയായിരിക്കും എന്നതിന്റെ സൂചനകൾ നൽകുന്നുണ്ടോ? അതിൽ രാഹുൽ ഗാന്ധി നടത്തിയ ആരോപണങ്ങൾക്കുള്ള മറുപടി ഉണ്ടാകും, അതോ ഇലക്ഷൻ തീയതിയുടെ പ്രഖ്യാപനമായിരിക്കും ഉണ്ടാവും? സൈഫുദ്ദീൻ, രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടി മാത്രമായിരിക്കും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ആദ്യപടി എന്നോണമാണ് ഇന്നലത്തെ വാർത്താക്കുറിപ്പിൽ രാഹുൽ ഗാന്ധിക്കുള്ള പരോക്ഷമായിട്ടുള്ള ഒരു മറുപടിയായിട്ട് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് 10 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയ ഒരു വാർത്താക്കുറിപ്പ് ഇന്നലെ രാത്രിയോടുകൂടി പുറത്തിറക്കിയത്. ഇന്നലെ വൈകിട്ടായിരുന്നു ആദ്യം അതായത് ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടി മീഡിയ സെന്ററിൽ വെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഉണ്ടാവുന്ന വാർത്ത വരുന്നു. പിന്നീട് ഏകദേശം ഒരു 2 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഒരു വാർത്താക്കുറിപ്പ് പുറത്തു വരുന്നത്. ഇതിൽ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളാണ് കമ്മീഷൻ പറയുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പേരെടുത്ത് അതിൽ പറയുന്നില്ല, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് വിമർശനം ഉയർത്തത് പറയുന്നില്ല. ചില രാഷ്ട്രീയ പാർട്ടികളും ചില രാഷ്ട്രീയ നേതാക്കളും എന്നുള്ള 2 വിമർശനം മാത്രമാണ് അതിലുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കാൻ പോകുന്ന വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിക്കുള്ള മറുപടിയാണെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം ശേഷം 9 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് അതിന്മേലൊരു തിരുത്തുണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിന്മേലൊരു മറുപടിയായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ മുൻപോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഇന്ന് 3 മണിക്ക് മീഡിയ സെന്ററിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച, അല്ലെങ്കിൽ തെളിവുകളടക്കം രാഹുൽ ഗാന്ധി പുറത്തുവിട്ട് ഉന്നയിച്ച ആരോപണങ്ങൾ കമ്മീഷൻ കൃത്യമായിട്ടുള്ള മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രാജ്യം അത് ഇപ്പോൾ ആ വാർത്താ സമ്മേളനത്തിന് വേണ്ടി കാതോർക്കുകയാണ്. പ്രത്യേകിച്ച് രാജ്യത്താകമാനായി രാഹുൽ ഗാന്ധിയുടെ ആരോപണം കത്തിജ്വലിക്കുകയാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യ മുന്നണിയുമൊക്കെയും ആയുധമാക്കിയ സാഹചര്യത്തിൽ BJPയും അതുപോലെ കേന്ദ്ര സർക്കാരും വലിയ രീതിയിൽ ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഒരു ഭരണഘടനാ സ്ഥാപനം എങ്ങനെയാണ് വഴിവിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് സഹായം നൽകുക എന്നുള്ളത് അത് അക്കമിട്ട് രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തി പറഞ്ഞിരിക്കുകയാണ്. അതിന്മേൽ യാതൊരു വിധമായിട്ടുള്ള ഒരു പ്രതികരണവും കമ്മീഷന്റെ ഭാഗത്തുനിന്നെതിരെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഹരിയാന, മഹാരാഷ്ട്ര, അതോടൊപ്പം തന്നെ കർണാടക അടക്കമുള്ള 3 സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചതല്ലാതെ കൃത്യമായിട്ടുള്ള മറുപടിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങൾ വസ്തുവിരുദ്ധമാണെന്നുള്ള ആ ഒരു ഒറ്റ വാക്ക് മാത്രമായിരുന്നു കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടങ്ങളിൽ ആകെ പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ആദ്യപടി എന്നാണ് ഇന്നലത്തെ വാർത്താക്കുറിപ്പ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് 3 മണിക്കാണ് വാർത്താ സമ്മേളനം നടക്കുന്നത്. ഇന്നലെ ഈ കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അതിൽ പറയുന്നത്, അതായത് BLOമാരാണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. അത് വോട്ടെടുപ്പിന് മുമ്പ് ഇതിന്റെ ഡ്രാഫ്റ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നൽകുന്നുണ്ട്. അതിലെന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പറയണമായിരുന്നു. ഇനിയും എന്തെങ്കിലും തെറ്റുകളോ പിഴവുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാണെന്ന് കമ്മീഷൻ പറഞ്ഞു വെക്കുമ്പോൾ അവിടെ വ്യക്തമാണ്. അതായത് BJPയുടെ മുൻ മന്ത്രിയായിരുന്ന അനുരാഗ് സിംഗ് താക്കൂറടക്കം വ്യക്തമാക്കിയ കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കുകയാണെങ്കിൽ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ധാരാളം കാര്യങ്ങൾ മറയ്ക്കുവാൻ വേണ്ടിയുണ്ട്. അത് ഏതൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങളിലൂടെയാണ് ഇന്നിപ്പോൾ പുറത്തു വരേണ്ടത് എന്നാണ് ഇപ്പോൾ എല്ലാവരും കാതോർക്കുന്നത്. പ്രത്യേകിച്ച് BJPയുടെ ഭാഗത്തുനിന്ന് പോലും പല സംസ്ഥാനങ്ങളിൽ ചില മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള വോട്ട് ചോരി ആരോപണങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ കമ്മീഷൻ വലിയ രീതിയിൽ ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ലക്ഷക്കണക്കിന് സാധാരണക്കാരെ ഇന്ത്യക്കാരിലേക്ക് എത്തിയിരിക്കുകയാണ്.